ഈ വീഡിയോയിൽ പ്രധാനപ്പെട്ട ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് അപ്ഡേറ്റുകളാണ്. അത് ഇന്ത്യയുടെ സ്ട്രാറ്റജി എന്താണെന്നുള്ളതും അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ സൈഡിൽ 2 പേരുടെ സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൽ ഒന്ന് പാകിസ്ഥാൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ ഖ്വാജ ആസിഫിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. പുള്ളിക്കാരൻ്റെ ഒരു ഫിയർഫുൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അതായത് ഈ ടു ഫ്രണ്ട് വാർ എന്നുള്ള ആ ഒരു മെത്തേഡ് അവർ ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല പാകിസ്ഥാൻ. അപ്പോൾ ആദ്യമായിട്ടാണ് ഇന്ത്യ ഈ ഒരു സർപ്രൈസൊക്കെ അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്കറിയാം ടു ഫ്രണ്ട് വാർ വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ് തന്നെ ഇല്ലാതായി പോകും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇതിനകത്ത് സ്പെഷ്യലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പി ഒ കെയുടെ ഭാഗത്ത് നിന്ന് ഹക്ക് എന്ന് പറഞ്ഞ് അവിടെ ഒരു നേതാവുണ്ട്. അതായത് ഈ പി ഒ കെയുടെ ഭാഗത്ത് പി ഒ കെയുടെ അസംബ്ലിയിൽ അയാൾ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുകയാണ്. ഒരു അസംബ്ലി ഇലക്ഷന് മത്സരിച്ചിട്ട് പരാജയപ്പെട്ട വ്യക്തിയാണ് ഈ ഒരു ഹക്ക് എന്ന് പറഞ്ഞ വ്യക്തി. ഇവൻ കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ എവിടെ വേണേലും ആക്രമണം നടത്താം. അവൻ ഉറുദു ഭാഷയിലാണ് സംസാരിച്ചിരിക്കുന്നത്. അത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രിൻ്റ് മീഡിയയുടെ സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ എടുത്ത് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അതായത് ഇന്ത്യയുടെ റെഡ് ഫോർട്ട് മുതൽ കശ്മീരിൻ്റെ ഫോറസ്റ്റ് വരെയുള്ള ആക്രമണങ്ങൾ ഞങ്ങൾക്ക് നടത്താൻ കഴിയും എന്നുള്ള ഒരു ക്ലെയിമാണ് വെച്ചിരിക്കുന്നത്. ഈ ക്ലെയിമിൽ അവൻ പറയുന്നത് ശരിക്കും ഇന്ത്യയുടെ റെഡ് ഫോർട്ട് മുതൽ കശ്മീർ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ ജസ്റ്റ് ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് ആക്രമണത്തിന് വേണ്ടിയിട്ട് പറയുന്ന പോലെ ഇന്ത്യയുടെ റെഡ് ഫോർട്ട് മുതൽ കശ്മീർ വരെ എന്ന് നമുക്ക് തോന്നാം. പക്ഷേ ഇതിനകത്ത് രണ്ടും കൃത്യമായിട്ട് ഇന്ത്യയെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ തന്നെ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങളാണ്. റെഡ് ഫോർട്ട് എന്ന് പറയുന്നത് ഡൽഹിയിൽ ഈയിടെ നടന്ന ഈ ഒരു പൊട്ടിത്തെറി അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. റെഡ് ഫോർട്ടിൻ്റെ ഫ്രണ്ടിൽ നടന്ന ആ ഒരു പൊട്ടിത്തെറി അതിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ കശ്മീരിൻ്റെ ഫോറസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് പഹൽഗാമിൽ നടത്തിയ ഒരു ആക്രമണം. ഇത് തന്നെയാണ് ക്ലിയർ ആയിട്ട് സൂചിപ്പിക്കുന്നത്. അവരുടെ ഫിദായൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പൊട്ടിത്തെറിക്കുന്ന ഉമർ ചെയ്ത ജോലിയില്ലേ, അതിനെയാണ് ഈ ഫിദായൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആ രീതിയിലുള്ള ആൾക്കാരെ വെച്ചിട്ട് അവർക്ക് ചെയ്യാൻ കഴിയും, ഞങ്ങളുടെ ഫിദായൻസ് അതിനുള്ള മറുപടി കൊടുക്കും, അവർക്ക് ഇങ്ങനെ പലതും ചെയ്യാൻ കഴിയും എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് അവൻ പറയുന്നത്. പക്ഷേ ഇതിലൂടെ ഉദ്ദേശിക്കുന്നതാണ് ഇന്ത്യയെ പ്രൊവോക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതായത് പാകിസ്ഥാനാണ് ചെയ്തത് എന്നുള്ളത് പറയാതെ പറയുകയാണ്. അപ്പോൾ അതായത് ഒന്നെങ്കിൽ ഇതിനെ 2 സ്റ്റേറ്റ്മെൻറ്റായിട്ട് എടുക്കാം. ഒന്ന് പാകിസ്ഥാൻ ഗവൺമെൻറ്റിനെതിരെ, അതായത് പാകിസ്ഥാൻ മിലിറ്ററിക്കെതിരെ ഇന്ത്യയെ പിരികേറ്റി വിടുന്നതിൻ്റെ ഭാഗമായിട്ട് പി ഒ കെയുടെ ഭാഗത്ത് നിന്ന് വന്ന സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ കരുതാം. അല്ലാന്നുണ്ടെങ്കിൽ ഇനി JEM ലഷ്കർ ടീമുകളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അതിനെ പ്രൈസ് ചെയ്തുകൊണ്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആവാനും സാധ്യതയുണ്ട്. ഈ 2 ഓപ്ഷൻസാണ് ഇതിനകത്തുള്ളത്. പക്ഷേ ഇതിനെ പാകിസ്ഥാന്റെ ഗവൺമെന്റ് അപ്പം തന്നെ ഇതിനെ എതിർത്ത് സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് ഈ ഹക്ക് എന്ന് പറഞ്ഞവൻ പാകിസ്ഥാന്റെ ഗവൺമെന്റുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ലാത്ത ആളാണ്. POK അസംബ്ലി ഇലക്ഷനിൽ പരാജയപ്പെട്ട ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അയാളുടെ സ്റ്റേറ്റ്മെന്റിനെ ഞങ്ങൾ എൻഡോഴ്സ് ചെയ്യുന്നില്ല എന്നാണ് പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ പാകിസ്ഥാന്റെ ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള ഖ്വാജ ആസിഫ് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് പാകിസ്ഥാൻ ഒരുങ്ങേണ്ടിയിരിക്കുന്നു എന്നുള്ളൊരു മുന്നറിയിപ്പാണ് ഈ ഖ്വാജ ആസിഫ് കൊടുത്തത്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അതിന് തൊട്ട് മുമ്പ് നമ്മളുടെ ആർമി ചീഫായിട്ടുള്ള ഉപേന്ദ്ര ദ്വിവേദി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 88 മണിക്കൂർ ഓപ്പറേഷൻ സിന്ദൂർ ജസ്റ്റ് ഒരു ട്രയൽ മാത്രമാണ്, ഇന്ത്യയുടെ മെയിൻ പിക്ചർ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ള നിലയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു 3 ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും പാകിസ്ഥാനെ ആശങ്കപ്പെടുത്തുന്നത് ഒരു സൈഡിൽ നിങ്ങൾ നോക്കൂ, ബലൂച്ചികൾ ഏത് നേരത്തെ ഇന്ത്യ അറ്റാക്ക് നടത്തും അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ അറ്റാക്ക് നടത്തും. ആ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാനെ അങ്ങോട്ട് കയറി അടിച്ച് അവർക്ക് ബലൂച്ചിൻ്റെ ലിബറേഷൻ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് അവരൊരു സൈഡിൽ നിൽക്കുന്നുണ്ട്. 3 ദിവസമായിട്ട് ബലൂചിസ്ഥാൻ മേഖലയിൽ ഒരു പൈപ്പ് ലൈൻ, പാകിസ്ഥാന് ഓയിൽ കൊണ്ടുവരുന്ന ഒരു പൈപ്പ് ലൈൻ അവിടെ ഡാമേജ്ഡ് ആണ്. 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഒരു വിഷയം തന്നെ പാകിസ്ഥാനിൽ ചർച്ചയാകുന്നത്. ബലൂചിസ്ഥാനികളാണ് ഈ ആക്രമണം നടത്തിയതെന്ന് പറയപ്പെടുന്നുണ്ട്. ഒരു സൈഡിൽ അഫ്ഗാനിസ്ഥാൻ ഏത് നേരത്ത് വേണമെങ്കിലും ആക്രമണം നടത്താം എന്നുള്ള നിലയിൽ നിൽക്കുകയാണ്. മറ്റൊരു സൈഡിലാണെങ്കിൽ ഇന്ത്യ കൃത്യമായിട്ടുള്ള താക്കീതൊക്കെ കൊടുത്തുകൊണ്ട് ഏത് നേരത്ത് വേണമെങ്കിലും ആക്രമിച്ചേക്കാം എന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇന്ത്യയെ മാത്രമാണ് നോക്കി നിൽക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ ആയാലും ശരി തന്നെ, ഇപ്പുറത്തെ ബലൂചിസ്ഥാനികളായാലും ശരി തന്നെ. പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹിമാചലിലേക്ക് ഇന്ത്യയുടെ ട്രൂപ്പിനെ മൂവ് ചെയ്തിട്ടുണ്ട്. ആ മൂവ് ചെയ്യുന്നതിൻ്റെ ഇപ്പോൾ കഴിഞ്ഞ 4-5 ദിവസങ്ങളായിട്ട് ട്രാൻസ്പോർട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഹിമാചലിൻ്റെ ഭാഗത്തേക്ക്. ഇന്ത്യ എന്തിനോ തയ്യാറെടുക്കുന്നു എന്നുള്ളത് മാത്രമാണ് നമുക്ക് അറിവ്. അതിലുപരിയായിട്ട് ഒരു വാർത്തകളും വരുന്നില്ല. ബോർഡർ മേഖലയിൽ ഇന്ത്യ ഇന്നലെ ഒരു ആക്രമണം നടത്തി എന്നുള്ള വാർത്ത വരുന്നുണ്ട്. അത് സ്ഥിരീകരിക്കപ്പെടാത്ത വാർത്തയാണ്. അങ്ങനെ ഒരു വാർത്ത ഇതുവരെ ഒഫീഷ്യലി ഇന്ത്യയുടെ ഡിഫൻസിൽ നിന്നോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നോ പുറത്തു വന്നിട്ടില്ല. ഈ ട്രൂപ്പിനെ ഡിപ്ലോയ് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ ട്രൂപ്സിനെ ഹിമാചലിന്റെ സൈഡിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ജമ്മു ആൻഡ് കാശ്മീർ ആ ബോർഡർ ഏരിയയിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ പാകിസ്ഥാനും അവരുടെ ആയുധങ്ങളും പടക്കോപ്പുകളും എല്ലാം തന്നെ അവരും മൂവ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ ബോർഡർ LOC, ഇന്ത്യയുടെ ബോർഡറിൽ നിന്നും ഈ LOCയിൽ നിന്നും ഒരു 45 കിലോമീറ്റർ ദൂരെയുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ്. ആ റെയിൽവേ സ്റ്റേഷനിലൂടെ അവരുടെ ട്രാൻസ്പോർട്ടേഷൻ ഷിപ്മെന്റ് ബോർഡർ മേഖലയിലേക്ക് അവർ ആയുധങ്ങളൊക്കെ മൂവ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ് ഇവിടെ കാണുന്നത്.
അപ്പോൾ ഇപ്പം ഖ്വാജ ആസിഫ് ഇങ്ങനെയൊക്കെ സംസാരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് പേടി തുടങ്ങിയിട്ടുണ്ട്. അതാണ് മെയിനായിട്ട് ടു ഫ്രണ്ട് വാർ. ഈ ടു ഫ്രണ്ട് വാർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പാകിസ്ഥാൻ എന്ന് പറഞ്ഞുള്ള ഒരു രാജ്യം തന്നെ ഇവിടെ ഉണ്ടാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതൊക്കെ ഈ ഖൈബർ പഖ്തൂൺവ ആ ജനങ്ങളങ്ങ് എടുത്തുകൊണ്ട് പോകും. അഫ്ഗാനിസ്ഥാൻ കുറേ സ്ഥലങ്ങളങ്ങ് കയറി പിടിക്കും. അത് കഴിഞ്ഞ് ഇപ്പുറത്ത് നോക്കി കഴിഞ്ഞാൽ ബലൂചിസ്ഥാനികൾ അവരുടെ സ്ഥലം എടുത്തുകൊണ്ട് പോകും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ എത്ര കൃത്യമായിട്ടാണ് അറ്റാക്ക് നടത്തുന്നത്. അവർ നമ്മളെ പേടിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ചൈനീസ് എയർ ഡിഫൻസ് സിസ്റ്റംസ് കംപ്ലീറ്റ് ഫെയിൽഡ് ആണ്. HQ-9, HQ-16 ഇത് രണ്ടും തന്നെ ഇന്ത്യ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് അതിനെ മറികടന്നുകൊണ്ട് നമുക്ക് പ്രിസൈസ് അറ്റാക്ക് നടത്താൻ പറ്റുന്ന കപ്പാസിറ്റി ഇന്ത്യക്കുണ്ട്. ഇന്ത്യയുടെ പ്രിസിഷൻ സ്ട്രൈക്കാണ്, അതാണ് അവരെ ഏറ്റവും കൂടുതൽ പേടിപ്പിക്കുന്നത്. കാരണം ആ രീതിയിലുള്ള അറ്റാക്കുകൾ അവർ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഇതിനു മുമ്പ് ഒരിക്കലും നടത്താത്ത രീതിയിലാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ അറ്റാക്ക് നടത്തിയത്. അതും പ്രിസൈസ് ആയിട്ട് വിത്തിൻ 22 മിനിറ്റിൽ നമ്മൾ ഇസ്ലാമാബാദ് ടാർഗറ്റ് ചെയ്തു, ബാബൽപൂർ ടാർഗറ്റ് ചെയ്തു. 22 മിനിറ്റിൽ. ഇതുവരെ പാകിസ്ഥാൻ ചരിത്രത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാത്ത രീതിയിലായിരുന്നു ഇന്ത്യയുടെ പെർഫോമൻസ്. പിന്നെ എനിക്കുള്ളൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 2-3 സ്ക്വാഡ്രൺ ഈ തേജാസിൻ്റെ ഫൈറ്റർ ജെറ്റ് റെഡിയാക്കണം. റെഡിയാക്കിയിട്ട് ഈ തേജാസ് കൊണ്ട് മാത്രം നമ്മളൊരു യുദ്ധം നടത്തണം. ഈ തേജാസ് കൊണ്ട് മാത്രം നമ്മൾ പാകിസ്ഥാൻ്റെ ഉള്ളിൽ കുറച്ച് സ്ഥലങ്ങൾ ടാർഗറ്റ് ചെയ്ത് ഒരു ഓപ്പറേഷൻ നടത്തണം. അതിന് നമ്മൾ ഒരു ഫോറിൻ ഫൈറ്റർ ജെറ്റും ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ കൃത്യമായിട്ട് നമ്മളുടെ ഇൻഡിജീനിയസ് ആയിട്ട് നിർമ്മിച്ച ഫൈറ്റർ ജെറ്റുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ടൊരു ടാർഗറ്റ് നടത്തി നമ്മളുടെ ആ ഒരു എയർ സുപ്പീരിയോറിറ്റി നമ്മൾ പ്രൂവ് ചെയ്യണം. അങ്ങനെ പ്രൂവ് ചെയ്യുന്ന ഒരു ദിവസം, അതാണ് ഇന്ത്യക്ക് ഏറ്റവും വലിയൊരു ദിവസമായിട്ട് ഞാൻ കാത്തിരിക്കുന്നത്. നമ്മൾ 2 മെത്തേഡാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അത് ഒന്ന് സപ്രഷൻ മെത്തേഡാണ്, പിന്നെ ഒന്ന് ഡിസ്ട്രക്ഷൻ. നമ്മൾ ഇതിനകത്ത് ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ യൂസ് ചെയ്തിരുന്നത് സപ്രഷൻ മെത്തേഡാണ്. സപ്രഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ അവനെ കൊണ്ട് തിരിച്ചടിക്കാനുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് ചിന്തിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അവനെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ്. സപ്രസ് ചെയ്ത് നിർത്തുക. ഇന്ത്യക്കെതിരെ അവർക്ക് ഒരു രീതിയിലും അറ്റാക്ക് നടത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അവരെ എത്തിക്കുക, അതാണ് സപ്രഷൻ. അല്ലാതെ മൊത്തത്തിൽ അവരെ നമ്മൾ ഡിസ്ട്രോയ് ചെയ്തിട്ടില്ല. ഇൻഫാക്റ്റ് അവരുടെ എയർബേസ് അറ്റാക്ക് ചെയ്യണമെന്ന് പോലും കമൻറ്റ്, ആ ഒരു ഫ്രീഡം പോലും നമ്മൾ ആർമിക്ക് കൊടുത്തിട്ടില്ലായിരുന്നു, നമ്മളുടെ ഡിഫൻസിന് നമ്മൾ കൊടുത്തിട്ടില്ലായിരുന്നു. അതായത് ഡിഫൻസ് മിനിസ്ട്രിയിൽ നിന്നും ഈ പാകിസ്ഥാൻ്റെ എയർബേസുകളൊന്നും തന്നെ അറ്റാക്ക് ചെയ്യേണ്ടതില്ല എന്നുള്ള കമൻ്റാണ് കൊടുത്തിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അവരുടെ എയർബേസുകളൊന്നും അറ്റാക്ക് നടത്താതെ നമ്മൾ കൃത്യമായിട്ട് ഈ തീവ്രവാദ ഗ്രൂപ്പുകളെ ടാർഗറ്റ് ചെയ്ത് മുന്നോട്ട് നീങ്ങിയത്. പക്ഷേ അത് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഷോക്കിംഗ് ആയിരുന്നു എന്നുള്ളതാണ്. ഇന്ത്യ വീണ്ടും കൂടുതൽ മിസൈൽസ് ഇസ്രായേലിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 350 മില്യൻ്റെ ജാവലിൻ മിസൈൽ സിസ്റ്റം വീണ്ടും അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കിട്ടുകയാണ്. അത് എമർജൻസി ആയിട്ട് ഉടനെ തന്നെ വരുന്നുണ്ട്. ഇത് ഓൾറെഡി തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നതാണ്, പക്ഷേ അത് എത്രയും പെട്ടെന്ന് ഇന്ത്യയിലേക്ക് എത്തുകയാണ്. കാരണം ഈ ജാവലിനൊക്കെ അമേരിക്കയുടെ കയ്യിൽ നല്ല രീതിയിലുള്ള സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ എത്തുകയാണ് ഇവിടെ. അതുപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മളുടെ മറ്റൊരു എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 ട്രൂപ്പുകളും കൂടി ചേർന്നിട്ട് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു എഫിഷ്യൻസി. അതായത് ഇന്ത്യയുടെ 3 സേനകളും കൂടി ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു കോർഡിനേഷൻ മൈൻഡ് സെറ്റ്, അത് വളരെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ. ഇൻഫാക്ട് തുർക്കിയുടെ ഡ്രോണെ അടിച്ച് വീഴ്ത്തിയത് നമ്മുടെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള മിസൈലോ അല്ലെങ്കിൽ എയർക്രാഫ്റ്റിൽ നിന്നുള്ള റിറ്റാലിയേഷനോ ഒന്നും തന്നെ അല്ലായിരുന്നു. തുർക്കിയുടെ ഡ്രോണിനെ അടിച്ച് വീഴ്ത്തിയത് നേവിയാണ്. അപ്പോൾ അതായത് ഈ കോർഡിനേറ്റ്സ് എങ്ങനെയാണ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത്. കാരണം ആ രീതിയിൽ നമ്മൾ കൃത്യമായിട്ട് 3 സേനകളെയും കോർഡിനേറ്റ് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കോർഡിനേറ്റ്സ് നേവിക്ക് അറിയാൻ കഴിയില്ല, അല്ലെങ്കിൽ ആർമിക്ക് മാത്രമേ അറിയാൻ കഴിയൂ, അങ്ങനെയൊന്നുമില്ല. ആരാണ് ഈ 3 സേനകളിൽ ആരാണ് ഈ കോൾ ആദ്യം എടുക്കുന്നത് എന്നുള്ളതിൽ മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു ടൈം ലൈൻ എന്നുള്ളത്. അപ്പോൾ അത് സസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ അടിച്ച് വീഴ്ത്തുകയാണ്. നേവിയും എഫക്റ്റീവായിട്ട് ആ സ്ഥലത്ത് അവർ പെരുമാറും, അതുപോലെ തന്നെ ഗ്രൗണ്ട് ഫോഴ്സും എയർഫോഴ്സും തന്നെ പെരുമാറും. അപ്പോൾ അതുകൊണ്ട് 3ഉം സംയോജിപ്പിച്ച് വളരെ എഫക്റ്റീവായിട്ടുള്ള മെത്തേഡിലാണ് ഇന്ത്യ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ഒരു മോഡേൺ ഏജിലെ യുദ്ധം നയിക്കുന്നത്. പിന്നെ അഫ്ഗാനിസ്ഥാൻ നോക്കുന്നതെന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാന് പാകിസ്ഥാനെ കൊണ്ട് ഒരു ലെവറേജും ഇല്ല, അതാണ് മനസ്സിലാക്കേണ്ടത്. മുമ്പെങ്കിലും ട്രാൻസ്പോർട്ട് കോറിഡോർ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പം അതുമില്ല. ഇപ്പം അഫ്ഗാനിസ്ഥാൻ ടോട്ടലി ഇറാൻ ത്രൂ ചബഹാർ പോർട്ടാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ത്യ റെയിൽവേ ട്രാക്ക് വരെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അഫ്ഗാനിസ്ഥാന് ഒരു രീതിയിലും ഫ്രണ്ടും ബാക്കും നോക്കേണ്ട ആവശ്യമില്ല. പാകിസ്ഥാനെതിരെ തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ നടത്താൻ അവരെ കൊണ്ട് കഴിയും. ഇതിനു മുമ്പ് പാകിസ്ഥാൻ ഭരിച്ചിരുന്ന ഡിക്റ്റേറ്ററായിട്ടുള്ള അയൂബ് ഖാനിന് കിട്ടിയതിനേക്കാളും കൂടുതൽ പവറാണ് ഇപ്പോൾ അസീം മുനീറിന് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇത് നാശത്തിലേക്കുള്ള പോക്കാണ്, അത് മാത്രമാണ് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവരെപ്പോഴും ഈ ഇന്ത്യ എന്ന് പറഞ്ഞ ആ ഒരു വിരോധം, ആ ശത്രുത പാകിസ്ഥാന്റെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് അവർ ഏറ്റവും പ്രൈമറി ആയിട്ട് അതിനെ ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ സെക്കൻഡ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ചൈനയെ പ്രീതിപ്പെടുത്തുക, ചൈനയുടെ നിന്ന് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ സംഘടിപ്പിക്കുക. കാരണം ഫ്രീ ആയിട്ട് ആയുധം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ആവണം. ഒരു യുദ്ധസമാനമായ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ആയിക്കഴിഞ്ഞാൽ ചൈന കുറച്ചുകൂടെ അകമഴിഞ്ഞ് അവരെ സഹായിക്കും. അല്ലാതെ വെറുതെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൊടുക്കില്ല. കാരണം അവർക്ക് തന്നെ അങ്ങോട്ട് ഇവർ കുറേ പൈസ കൊടുക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൽ കുറച്ച് ചൈന കെടുപിടി കാണിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ പല സാഹചര്യങ്ങളാണ് അവർ വിലയിരുത്തിക്കൊണ്ട്
ഇന്ത്യയെ ഏത് സാഹചര്യത്തിൽ ഉപയോഗിക്കണം എന്നുള്ളത് അവർക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ തന്നെ ബോർഡറിൽ അറ്റാക്ക് നടത്തി തുടങ്ങും, ഷെല്ലാക്രമണങ്ങൾ. പിന്നീട് ഇന്ത്യയെ തിരിച്ചടിക്കേണ്ട ഒരു സാഹചര്യം വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യ പാകിസ്ഥാനായിട്ടൊരു പണി കൊടുക്കും, അത് മാത്രമാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പാകിസ്ഥാൻ്റെ വിഷയം അവിടെ നിൽക്കട്ടെ, അതിൻ്റെ ഡെവലപ്മെൻറ്റ്സിന് കൂടുതൽ വരുമ്പോഴത്തേക്കും ആ വിഷയത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യാം. ഇപ്പോൾ നൈജീരിയയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. നൈജീരിയയിൽ ഇന്നലെ ഒരു ക്രിസ്ത്യൻ ചർച്ചിൽ നിന്നും 215 കുട്ടികളെ കടത്തിക്കൊണ്ടുപോയിട്ടുണ്ട്. ഈ കടത്തിക്കൊണ്ടുപോയതിന് ഉത്തരവാദിത്തം ഏറ്റിരിക്കുന്നത് ഒരു തീവ്രവാദ ഗ്രൂപ്പാണ്. ഫുലാനി മിലീഷ്യാസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ് ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത്. ഈ കടത്തിക്കൊണ്ടുപോയ കുട്ടികൾക്കെല്ലാം തന്നെ പ്രായം 13, 14, 15, 16 വയസ്സിലുള്ള കുട്ടികളാണ്. ഈ കുട്ടികളെയാണ് കടത്തിക്കൊണ്ട് പോയിരിക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പെൺകുട്ടികളാണെന്നുള്ള വാർത്തയും കൂടി വരുന്നുണ്ട്. ഇപ്പം നൈജീരിയ ഗവൺമെൻറ് എന്ത് ആക്ഷനാണ് ഇതിനകത്ത് എടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നോക്കിയിരിക്കുന്നത്. അമേരിക്കയുടെ സൈഡിൽ നിന്നും വാണിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ ക്രിസ്ത്യൻ ചർച്ചുകൾക്ക് നേരെ നടക്കുന്ന ഈ ക്രൂരതകൾക്കെതിരെ അമേരിക്കയാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ഇവർ ഇതിനു മുമ്പും രംഗത്ത് വന്നതാണ്. പക്ഷേ ഈ നൈജീരിയൻ ഗവൺമെൻറ് ഒരു ഡിപ്ലോമാറ്റിക് നിലപാടാണ് ഈ ഒരു വിഷയത്തിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് തന്നെ അവർ പല സാഹചര്യങ്ങളിലും ഞങ്ങൾ തീവ്രവാദികളുടെ സ്ഥലങ്ങളൊക്കെ അറ്റാക്ക് നടത്തി, അവരെ ആക്രമിച്ചു, അവരുടെ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ തീയിട്ട് നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ഫുട്ടേജസ് ഒക്കെ എടുത്ത് അമേരിക്കയിലേക്ക് അയച്ചതാണ്. എന്നിട്ടാണ് അമേരിക്കയെ കൺവിൻസ് ചെയ്ത് നിർത്തിയിരുന്നത്. പിന്നീട് ന്യൂയോർക്കിലെ ഒരു മേയർ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ക്രിസ്ത്യൻ വോട്ടുകൾ മറിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്രിസ്ത്യൻ ഡ്രാമ ഇറക്കിയതാണെന്നും നമുക്കറിയില്ല, എവിടെ വൈറ്റ് ഹൗസിൽ നിന്ന്. കാരണം അത് കഴിഞ്ഞിട്ട് പിന്നെ നൈജീരിയയുടെ കാര്യത്തിൽ ഒരു രീതിയിലുള്ള എഫക്റ്റീവായിട്ടുള്ള നടപടികളും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. ഞാനിത് ഇപ്പം അടിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ട്രംപ് ഈ മേയർ ഇലക്ഷൻ കഴിഞ്ഞ പാട് പിന്നെ ഒരു അനക്കവും ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ വീണ്ടും നൈജീരിയയുടെ ഉള്ളിൽ ഇതേ രീതിയിലുള്ള ക്രൂരതകൾ തുടരുകയാണ്. അതുപോലെ ഇറാനിലുള്ള സംഭവം എന്ന് പറഞ്ഞാൽ മസൂദ് പെസസ്കിയാൻ, ഇറാൻ്റെ പ്രസിഡന്റ്, പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഈ തലസ്ഥാന നഗരം തെഹ്റാനിൽ നിന്നും മാറ്റിപ്പാർപ്പിക്കണം എന്നുണ്ട്. കാരണം തെഹ്റാനിൽ ഭയങ്കര വാട്ടർ ക്രൈസിസ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ തലസ്ഥാന നഗരം അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പ പരിപാടിയല്ല. അത് ഒരുപാട് ചിലവേറിയ, അതുപോലെ തന്നെ കുറേ പ്ലാനിങ് ഒക്കെ ആവശ്യമുള്ളൊരു വർക്കാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഞങ്ങൾക്ക് ചെയ്യേണ്ടി വരും. പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത് ചെയ്യാൻ കഴിയില്ല. പക്ഷേ അതേസമയം അവർ ക്ലൗഡ് സീഡിംഗ് ഒക്കെ നടത്തിയിട്ട് ഇടയ്ക്ക് ഒരു ദിവസം മഴ പെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പോരാ എന്നാണ് പറയുന്നത്. ഇറ്റ്സ് നോട്ട് സഫീഷ്യൻറ്റ്. അവർക്ക് ആ മഴ കൊണ്ട് ഇനഫ് ക്വാണ്ടിറ്റിയിൽ വെള്ളം കിട്ടിയിട്ടില്ല. ഇപ്പോൾ വീണ്ടും വരൾച്ചയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അവർ ശരിക്കും വാട്ടർ ക്രൈസിസ് വീണ്ടും ഇറാനെ പിടിമുറുക്കുന്നുണ്ട്. അപ്പോൾ അവർ തലസ്ഥാന നഗരം ഷിഫ്റ്റ് ചെയ്താലോ എന്നുള്ള രീതിയിൽ 1 or 2 ഓഫീസുകളായിട്ട് പ്രൈമറിലി ഷിഫ്റ്റ് ചെയ്ത് തുടങ്ങാമെന്നാണ് അവരുടെ തീരുമാനം. പക്ഷേ അതിനിപ്പം ഈ ക്ലെറിക്സിൻ്റെ ഒരു അനുവാദം കൂടി വേണ്ടി വരും. അപ്പം അങ്ങനെ ഈ ക്ലെറിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ ഈ മതപണ്ഡിതന്മാരാണല്ലോ ഈ രാജ്യം ഭരിക്കുന്നത്. അതായത് ഈ കമനേയി വിത്ത് ക്ലെറിക്സ് ഈ ടീമുമായി ഈ തെഹ്റാനിൽ നിന്നും തലസ്ഥാനം മാറ്റി പാർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടക്കുകയാണ് ഇറാൻ്റെ ഉള്ളിൽ. പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട് നിലവിൽ നടക്കുന്ന അപ്ഡേറ്റ്, ഇന്ത്യയുടെ ട്രൂപ്പ് ഡിപ്ലോയ്മെന്റ് ഇൻ ദ ബോർഡർ. അപ്പോൾ ഇതെല്ലാം കുറിച്ച് സംസാരിക്കാനാണ് ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.